നേരെ വരാനില്ലല്ലോ? അത് ഒരാൾ എക്സിറ്റ് ആയല്ലോ. ശരി, ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇവർക്ക് വേറെ കോണ്ടിനെന്റ്സിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്രസ്റ്റ്, എർത്തിന്റെ ക്രസ്റ്റ് ഇവോൾവ് ചെയ്തത് 4 ഫേസിലായിട്ടാണെന്നാണ് പറയുന്നത്. ഈ ക്രസ്റ്റ് ഇവോൾവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ക്ലൈമറ്റിന് ചേഞ്ച് ഉണ്ടായതും. ആദ്യം കുറെ കാലം ഐസേജ് ആയിരുന്നു, പിന്നെ നല്ല ചൂടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്രസ്റ്റിന്റെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ എവല്യൂഷനും മാറി വന്നത്. ഓക്കെ, അപ്പൊ 4 സ്റ്റേജ് ആണുള്ളത്. ഈ 4 സ്റ്റേജിൽ ഇതിന്റെ പേരൊക്കെ കുറച്ച് ജിയോഗ്രാഫിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ 4th ഫേസിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഈ 4th ഫേസിനെ 2 ടൈപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് പ്ലീസ്റ്റോസീൻ, പിന്നെ ഒന്ന് ഹോളോസീൻ. ഈ പ്ലീസ്റ്റോസീൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റീസെന്റ് എന്നാണ് മീനിങ്, മോസ്റ്റ് റീസെന്റ്. ഹോളോസീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ്, ഇപ്പോഴുള്ളതാണ് പ്രസന്റ് അല്ലെ? ഹോളോസീനിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പ്ലീസ്റ്റോസീൻ നമ്മുടെ കുറച്ച് മുന്നേ വരെയുള്ളത്. അപ്പോ ഈ ഹ്യൂമൻ ബീയിങ്സിന്റെ, ഹോമോസാപ്പിയൻസിന്റെ എവല്യൂഷൻ നടന്നു എന്ന് പറയുന്നത് പ്ലീസ്റ്റോസീനിലാണ്. ഓക്കെ, ഇനി ഈ കാലഘട്ടത്തിനൊക്കെ വേറൊരു ടൈപ്പിലും കൂടി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ അത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, ശിലായുഗം. ഇതെപ്പോഴാണ്? മലയാളത്തിൽ എഴുതുന്നില്ല, ഞാൻ വെറുതെ ഇപ്പൊ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയാണ്. ശിലായുഗം എപ്പോഴാണ്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് എവോൾവ് ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് അല്ലെ? ചെയ്തതിന് ശേഷം അവര് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി, റൂറലായിട്ട് ജീവിക്കാൻ തുടങ്ങി, അഗ്രികൾച്ചർ ഉണ്ടായി, തീ കണ്ടുപിടിച്ചു, ഇങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വന്നല്ലോ. അപ്പൊ ഈ കാലഘട്ടത്തിനൊക്കെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ശിലായുഗം വെച്ചിട്ട് അല്ലെ, അല്ലെങ്കിൽ സ്റ്റോൺ ഏജ്. എന്തുകൊണ്ടാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്? ഇപ്പൊ സ്റ്റോണിലായിരുന്നല്ലോ തുടക്കം. ആദ്യം എന്തായിരുന്നു? ഭക്ഷണം മാത്രമായിരുന്നു, ഫുഡ് മാത്രമായിരുന്നു ഹ്യൂമൻ ബീയിങ്സിന്റെ മെയിൻ ജീവിച്ചു പോകാൻ വേണ്ട ഒരിത്. അപ്പോൾ എന്തായിരുന്നു? ആയുധങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സ്റ്റോണിലല്ലേ? സ്റ്റോൺസ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും അത് എവിടെയെങ്കിലും ഒക്കെ ഉരച്ച് മൂർച്ച കൂട്ടിയിട്ടും ഷാർപ്പൻ ചെയ്തിട്ടൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റോൺ, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺ ടൂൾസിന്റെ ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് 3 കാലഘട്ടമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് പാലിയോലിത്തിക്. ലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താ? ശില എന്നാണ് മീനിങ് കേട്ടോ, റൂട്ട് വേർഡ് ആണ് ലിത്തിക്. പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റല്ലോ, ഏതാ പഴകിയത്, ഏതാ? പാലിയോ, ഏറ്റവും പഴക്കമുള്ളത് അല്ലെ? ഈ സ്റ്റോണേജിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളത് ഏതാണ്? പാലിയോ ആണല്ലേ, ഏറ്റവും പഴക്കം പാലിയോ. മീസോ എന്താ? മിഡിൽ അല്ലെ? മിഡിൽ ആയിരിക്കില്ലേ? ന്യൂ എന്നുള്ള മീനിങ് അല്ലേ? ലാറ്റിൻ വേർഡ്സ് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാലിയോ, മീസോ, നിയോ. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ സ്റ്റോൺ ഏജിനുള്ളത്. ഇനി ഈ സ്റ്റോൺ ഏജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതായത് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആദ്യം അത്രയൊന്നും അഡ്വാൻസ്ഡ് അല്ലാത്ത സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചു, പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിച്ചു, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് SSCയുടെ കാര്യത്തിൽ ആവശ്യമില്ല. നമുക്ക് ഇതിന്റെ ജസ്റ്റ് കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും റീസെന്റ് ആയിട്ട് ചോദിച്ചതായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം നോക്കാം. ഈ പാലിയോലിത്തിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 ലക്ഷം BC തൊട്ട് 9000 BC വരെയാണ്. ഇതാണ് ഇതിന്റെ കാലയളവ്, പാലിയോലിത്തിക് എന്ന് പറയുന്നത്. കാരണം നിയോലിത്തിക് കൂടി എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മീസോലിത്തിക് 9000 to 4000 BC ആണ്. അപ്പൊ അത് വളരെ ചെറിയൊരു ഷോർട്ട് പീരീഡ് അല്ല. പക്ഷെ ഇത് നോക്കിയേ, ഡിഫറൻസ് വളരെ കൂടുതലല്ലേ? ഇത്രയും കാലം കാര്യമായിട്ട് ഈ സ്റ്റോൺ ഏജിൽ കുറച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മളെ വളരെ റാപ്പിഡ് ആയിട്ടാണ് ഇപ്പൊ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? മുന്നേ ഉള്ളതിന്റെ ഗ്രാഫ് നോക്കി എങ്ങനെയായിരിക്കും? വളരെ റാപ്പിഡ് ആയിട്ടാണ് അല്ലെ പോകുന്നത്. ഈ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം വലിയ
വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. ഈ ഇത്രയും വലിയൊരു പീരീഡിലും ഒരേ ടൈപ്പുള്ള ജീവിത രീതിയും ഒരേ ടൈപ്പുള്ള സ്റ്റോൺ ടൂൾസും ഒക്കെ ആയിരുന്നു ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ പാലിയോലിത്തിക് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലീസ്റ്റോസീനിലാണ്, അല്ലെങ്കിൽ വേറൊരു പേരിലും കൂടെ അറിയാം, ഐസ് ഏജ്. ഐസ് ഏജ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ പാലിയോലിത്തിക്കിലുള്ള ആൾക്കാരൊക്കെ ഏത് റേസിലായിരുന്നു? നെഗ്രിറ്റോ റേസിലായിരുന്നു. നെഗ്രിറ്റോ എന്ന് വെച്ചാൽ നീഗ്രോ, ആ റേസിലുള്ള ആഫ്രിക്കൻസ്, ആ റേസിലുള്ളവരായിരുന്നു പാലിയോലിത്തിക്കിൽ ഉണ്ടായിരുന്നത് കൂടുതലായിട്ടും. ഐഡന്റിഫൈ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. ഈ ഫേസിന്റെ എൻഡിലാണ് ഇവർ ഈ ഹ്യൂമൻസ് ഹോമോസാപ്പിയൻസ് എവോൾവ് ചെയ്യുന്നത്, ഈ പ്ലീസ്റ്റോസീനിന്റെ എൻഡിൽ. ഓക്കെ, ഇവരുടെ മെയിൻ ആയിട്ടുള്ള എന്തായിരുന്നു? ഇവിടെ മെയിൻ ആയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഹണ്ടിങ് ആയിരുന്നു. ഹണ്ട് ചെയ്തതിന് ശേഷം ഫുഡ് ഉണ്ടാവുമല്ലോ, ആ ഫുഡ് ഗാദറിങ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിതിന്റെ, നിങ്ങളിത് ഒരു സ്റ്റോറി പോലെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും എന്താണ്, നമ്മൾ ഹ്യൂമൻസ് ഒരു സൊസൈറ്റിയായി ജീവിക്കാൻ ആദ്യം തൊട്ടേ താല്പര്യപ്പെട്ടിരുന്നു. അപ്പൊ നമുക്ക് അറിയുന്ന കാലം തൊട്ട്, അല്ലെങ്കിൽ നമുക്ക് ആർക്കിയോളജിക്കലി എവിഡൻസ് കിട്ടിയ കാലം തൊട്ട് ഹണ്ടിങ്ങും ഫുഡ് ഗാദറിങ്ങും അവർ ആദ്യമേ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാലിയോലിത്തിക്കിൽ അഗ്രികൾച്ചർ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. നോ അഗ്രികൾച്ചർ, നോ ഫയർ, നോ പോട്ടറി. പോട്ടറി എന്താ? പാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലേ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഹണ്ടിങ്, ജസ്റ്റ് ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ്. ഹണ്ട് ചെയ്ത് ഏതെങ്കിലും ഒരു മൃഗത്തിനെ കൊല്ലുക, അത് ഫുഡ് ഷെയർ ചെയ്ത് വെക്കുക. അല്ലാതെ അഗ്രികൾച്ചറിനെ പറ്റി അറിവുണ്ടായിരുന്നില്ല, ഫയറിനെ പറ്റി അറിവുണ്ടായിരുന്നില്ല, പോട്ടറിനെ പറ്റി അറിവുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇത് മൂന്നും പറയാൻ കാരണം, ഓരോ സ്റ്റോൺ ഏജിലും ഏതിലാണ് ഇത് ഏതിലാണ് വരുന്നത്, ഇത് ഏതിലാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതും കൂടി വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റോൺ ഏജിനെ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, ഇനി ഇവരെവിടെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക? കേവ്മെൻ ആയിരുന്നു അല്ലെ, കേവിലായിരുന്നു. ഫോറസ്റ്റ് തന്നെ, പക്ഷെ അവർക്ക് എന്തെങ്കിലും ബാക്കിയുള്ള ആനിമൽസ് അറ്റാക്ക് ചെയ്യാതിരിക്കാനൊക്കെ എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ കേവിലായിരുന്നു ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കാര്യം കൂടെ, ഈ പാലിയോലിത്തിക്കിൽ ജീവിച്ചിരുന്ന ആൾക്കാരെയാണ് ക്വാർട്സൈറ്റ് മെൻ എന്ന് പറയുക. ഇത് ചോദിക്കുക, ക്വാർട്സൈറ്റ് മെൻ ഏത് പീരീഡിൽ ജീവിച്ചിരുന്നവരെയാണ് ക്വാർട്സൈറ്റ് മെൻ എന്ന് പറയുന്നത്? ഏതിലാ? പാലിയോലിത്തിക് അല്ലെ, പാലിയോലിത്തിക്. ഓക്കെ ആണല്ലോ, ഒരു ഐഡിയ കിട്ടിയല്ലോ പാലിയോലിത്തിക് ഏജും അതിലുള്ള മനുഷ്യരുടെയും. ഓക്കെ, അടുത്ത ഏതാ? അടുത്തത് മീസോലിത്തിക്. 9000 BC തൊട്ട് 4000. ഇത് അറിയാത്തവരാരും ആരുമില്ലല്ലോ. ഏജ് എങ്ങോട്ടാ പോകുന്നത്? BCക്ക് മുന്നേ അറിയില്ല, എല്ലാവർക്കും അറിയില്ലേ? ഇതറിയായിരിക്കും. അപ്പൊ 9000 to 4000 BC-യിലാണ് അപ്പോൾ മീസോലിത്തിക് എന്ന് പറയപ്പെടുന്ന പീരീഡ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താ നടന്നത് വെച്ചാൽ ഐസേജ് മാറി. ഐസേജ് മാറുമെന്ന് വെച്ചാൽ എന്താ? ക്ലൈമറ്റ് വാമായി. വാം ക്ലൈമറ്റ് ആയുള്ള ഒരു ഗുണം, ഒരുപാട് പുതിയ ജീവികളും പുതിയ പ്ലാന്റ്സും ഒക്കെ വരാൻ തുടങ്ങി. ഈ പ്ലാന്റ്സ് ഒക്കെ വന്നു, അപ്പോൾ ഫുഡ് ഒരുപാട് ഈ പ്ലാന്റ്സ് എന്നുള്ള ഫുഡും കൂടി അവൈലബിൾ ആവാൻ തുടങ്ങി. അപ്പോൾ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെയുള്ള ഹോമോസാപ്പിയൻസ് മൈഗ്രേറ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് മാറാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഇവര് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഹണ്ടിങ് തന്നെയാണ്. ഹണ്ടിങ് ഉണ്ട്, ഹണ്ടിങ് എല്ലാ കാലത്തും ഉണ്ട്. ഹണ്ടിങ്, ഫിഷിങ് കൂടി സ്റ്റാർട്ട് ചെയ്തു. ഫിഷിങ്
ഫിഷിംഗ്. ഫുഡ് ഗാദറിംഗ് എന്തായാലും ഉണ്ടാവുമല്ലോ, ഫുഡ് ഗാദറിംഗ് കൂടി ഉണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഫേസിലാണ് ഇവർ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി അല്ലെ, മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യയിലുള്ള 2 സൈറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദംഗഡ് മധ്യപ്രദേശിലാണ്, ബാഗോർ രാജസ്ഥാനിലാണ്. ഈ 2 സൈറ്റുകൾ ഇവിടെ നിന്നുള്ള ഫോസിൽ എവിഡൻസും ആർക്കിയോളജിക്കൽ എവിഡൻസും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ആൾക്കാർ, അതായത് ഈ മീസോലിത്തിക്കിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. ഓക്കെ. ഇനി മീസോലിത്തിക്കിലുള്ളവരുടെ വേറൊരു ഇത്, അവരും ജീവിച്ചിരുന്നത് കേവിൽ തന്നെയാണ്, അവരും താമസിച്ചത് കേവിൽ തന്നെയാണ്. പക്ഷെ അവർ കേവിന്റെ വാളിലൊക്കെ എന്ത് വരക്കുമായിരുന്നു? പിക്ചേഴ്സ് വരക്കുമായിരുന്നു. ചുമർ ചിത്രങ്ങൾ അല്ലെ, ചുമർ ചിത്രങ്ങൾ വരക്കുമായിരുന്നു. അപ്പോൾ ഈ ചുമർ ചിത്രങ്ങളുള്ള നമ്മുടെ കേവിൽ ജീവിച്ചിരുന്ന പാലിയോലിത്തിക്കും മീസോലിത്തിക്കും തമ്മിലൊരു മെയിൻ ഡിഫറൻസ് ആണ്. അവരെങ്ങനെയാണ് ഹണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ പിക്ചർ ഇതിൽ വരച്ചു വെക്കുമായിരുന്നു. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിച്ചൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥലത്തിന്റെ പേര് ഭിംബേഡ്ക എന്നാണ്. റീസെന്റ് ഒരു 2 വർഷം മുന്നേക്ക് ഒരുപാട് ഭിംബേഡ്ക മധ്യപ്രദേശിലാണ് ഒരുപാട് തെളിവ് കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ. ഈ ഭിംബേഡ്ക എന്താണ്? പ്രീ ഹിസ്റ്റോറിക് പെയിന്റിങ്ങിന് പേരുകേട്ട ഒരു സ്ഥലമാണ്. അതിന്റെ തെളിവുകൾ കിട്ടിയ ഒരു സ്ഥലമാണ് ഭിംബേഡ്ക, മധ്യപ്രദേശിലുള്ള. പക്ഷെ ഇതിൽ പറയുന്നത് മീസോയിലുള്ള മാത്രമല്ല, പാലിയോയിലുള്ള ആൾക്കാരും കൂടി ചിത്രങ്ങൾ വരക്കാറുണ്ടായിരുന്നു. അതിന്റെ കൂടെ തെളിവ് ഇവിടുന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. ഭിംബേഡ്ക, മധ്യപ്രദേശ്. ഓക്കെ. ഏരിയ കുറേ ഉണ്ട്, പക്ഷെ ആ ഏരിയ ചോദിക്കില്ല. പാലിയോലിത്തിക്കിന്റെ ഏരിയ കുറച്ച് സ്ഥലങ്ങളായിട്ട് കുറച്ചുണ്ട്, പക്ഷെ അത് ചോദിക്കില്ല എന്തായാലും. ബീഹാർ, UP ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ട് കുറച്ച് സ്ഥലങ്ങൾ, മധ്യപ്രദേശിലുണ്ട്. നെക്സ്റ്റ് നിയോലിത്തിക്, 4000 to 1800 BC. ഇതിലാണ് എന്ത് നിയോലിത്തിക് വരുന്നത്. അപ്പൊ ഇതിലാണ് നമ്മൾ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഏർലിയസ്റ്റ് ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഫാമിംഗ് ചെയ്തിട്ട് മെയിനായിട്ട് ഉണ്ടാക്കിയ 2 സാധനങ്ങളാണ് റാഗി ആൻഡ് ഹോസ് ഗ്രാം. ഇത് മാത്രമല്ല, UPയിലുള്ള ഒരു സ്ഥലത്ത് റൈസ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. നിയോലിത്തിക്കിലാണ് റൈസ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. കാരണം UPയിലൊക്കെ ഗംഗ ഒഴുകുന്ന സ്ഥലമാണ്, ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയ ആണ് അല്ലെ. അപ്പോൾ അവിടെ റൈസ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡൊമസ്റ്റിക്കേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിൽ ഷീപ്പിന്റെ ഒക്കെ കാര്യം പറയാൻ കാരണം, ഇതിൻ്റെ അകത്ത് ഇവർ ഷിയർ ചെയ്യാൻ കൂടി പഠിച്ചു. ഇതിന്റെ വൂള് ഷിയർ ചെയ്യാൻ കൂടി പഠിച്ചു. അങ്ങനെ കോട്ടൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു. കോട്ടൺ തുണികളൊക്കെ ഉണ്ടാക്കാൻ, അത് വെച്ച് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു. കോട്ടൺ ആൻഡ് വൂൾ. ഇവര് സമ്മറിൽ കോട്ടന്റെ ഡ്രസ് ഇടും, പിന്നെ വിന്ററൊക്കെ ആകുമ്പോൾ വൂളിന്റെ ഡ്രസ് ഇടും. ഇതൊക്കെ ഇവർ പഠിച്ചു ഈ സമയമാകുമ്പോഴത്തേക്ക്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഫാമിങ് പഠിച്ചു,
റൈസ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെ കോട്ടണും വൂളും കൂടി പഠിച്ചു. ഇതിന്റെയൊക്കെ മാനുഫാക്ചറിങ് ഇവർ പഠിച്ചെടുത്തു. ഓക്കെ. ഇനി നിയോലിത്തിക്കിലാണ് നമ്മുടെ ഹാൻഡ് മെയ്ഡ് പോട്ടറികൾ സ്റ്റാർട്ട് ചെയ്തത്. ഹാൻഡ് മെയ്ഡ് പോട്ടറികൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു പോട്ടേഴ്സ് വീല് കൂടി കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ, ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ഹാൻഡ് മെയ്ഡ് പോട്ടറിൽ ഉപയോഗിക്കുന്ന പോട്ടേഴ്സ് വീൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മളെ കലമൊക്കെ ഉണ്ടാക്കുന്നത്, കലം ചട്ടി ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോഴും കൺവെൻഷനലി തന്നെയാണ്. പിന്നെന്താണ്, ഇവര് ബോട്ട് ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പൊ ഇവര് ബോട്ട് ഉണ്ടാക്കി വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി നിയോലിത്തിക് സൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നിയോലിത്തിക്. ഇപ്പൊ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും പഴയ നിയോലിത്തിക് സൈറ്റ് ആണ് മേഹാർഗഡ്. മേഹാർഗഡ് മഹാരാഷ്ട്രയിലാണ് മേഹാർഗഡ്. ഇനി ഇതിന് ശേഷമാണ്, ഇത്രയാണ് നിയോലിത്തിക് ഉള്ളത്. ഇനി ഇതിന് ശേഷമാണ് എന്ത് വരുന്നത്? ചാക്കോലിത്തിക് ഉണ്ട്. അതിനുശേഷം ബ്രോൺസ് ഏജ് വരുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്? അയണേജ് ഉണ്ട് അല്ലെ. അയണേജ് ഉണ്ടോ? അയണേജ് ആയിട്ടില്ല. അയൺ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ബ്രോൺസിന് ശേഷം അയൺ കണ്ടുപിടിച്ചാണ് പിന്നീടുള്ള ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഓക്കെ. പാലിയോ, മീസോ, നിയോ. ഈ മെയിനായിട്ട് ഇതൊന്ന് ചോദിക്കുന്നത് എപ്പോഴാണ് ഇവര് ഫാമിങ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇവര് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തത്, ഇതൊക്കെയാണ് ചോദിക്കുക. പിന്നെ ചോദിക്കുന്ന ഈ കുറച്ച് സൈറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ, സൈറ്റുകളുടെ പേര് ഒന്ന് പഠിച്ചു നോക്കണം. ഇനി ബിംബേഡ്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കറണ്ട് അഫയേഴ്സിലുള്ളതാണ്, ഹിസ്റ്ററിയിലും ഉള്ളതാണ്, ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ഫയർ മീസോലിത്തിക്കിലാണ്. ഓക്കെ. ഇത്രയാണ് നമ്മുടെ പാലിയോ, മീസോ, നിയോ വരുന്നത്. ഇനി അടുത്ത ഏതാ? ചാക്കോലിത്തിക് അല്ലേ. ചാക്കോലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാലോ. കോപ്പറിന്റെ ഓർ എന്താ? കോപ്പറിന്റെ ഓർ എന്താ? ഗൂഗിളെ. ചാക്കോലൈറ്റ് അല്ലേ. കോപ്പറിന്റെ ഓറാണ് ചാക്കോലൈറ്റ്. അപ്പോൾ ചാക്കോലിത്തിക് എന്ന് പറഞ്ഞാൽ കോപ്പറുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഹ്യൂമൻസ് കണ്ടുപിടിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? കോപ്പറാണ്. ഈ ഏജിലാണ് ഇത് ഒരു ഏകദേശം ഒരു 1800 to 1000 BC-യിലാണ് ഈ ഏജ് ഉള്ളത്. ഇപ്പൊ കോപ്പർ കണ്ടുപിടിച്ചു. അപ്പോൾ എന്തിനായിരിക്കും ഇത് ഉപയോഗിച്ചത്? ഇപ്പൊ കോപ്പർ കൊണ്ടുള്ള കോപ്പർ ടൂൾസ് ഉണ്ടാക്കി. പിന്നെ എന്തുണ്ടാക്കി? കോപ്പർ വെയേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെ. കോപ്പർ വെയേഴ്സ് ഒരുപാട് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോഴും നമ്മുടെയൊക്കെ
പഴയ തറവാട് വീടുകളിലൊക്കെ കോപ്പറിന്റെ ഒരുപാട് വെയേഴ്സ് ഉണ്ടാവും അല്ലെ. ഒരുപാട് കോപ്പർ വെയേഴ്സ് നമ്മുടെ വീട്ടിലുണ്ടാവും. കോപ്പർ അല്ലെങ്കിൽ പണ്ടൊക്കെ ഈ ബ്രോൺസ് വെച്ചിട്ടുള്ളതൊക്കെ വളരെ കോമൺ ആയിരുന്നു. ഇനി ഈ ചാക്കോലൈറ്റും ബ്രോൺസ് ഏജും അല്ലെങ്കിൽ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ തമ്മിലുള്ള ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ആണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഒന്നാമത് ഇവർക്ക് ബേൺഡ് ബ്രിക്സിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ചുടുകട്ട, ബേൺഡ് ബ്രിക്സ് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇവർ കോപ്പറിൻ്റെതാണ് ഉപയോഗിച്ചത് ചാക്കലൈറ്റ് വെച്ചിട്ട്. ഇവർ ബ്രോൺസ് ഏജിലാണ്. ഇത് ഹാരപ്പനാണ്, ഞാനിപ്പോൾ പറയുന്നതേ ഉള്ളൂ. ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇവർ ബ്രോൺസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് ബേൺഡ് ബ്രിക്സിനെ പറ്റി അറിയില്ലായിരുന്നു. ഇവർ പുല്ലുമേഞ്ഞ വീട്ടിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. പുല്ലുമേഞ്ഞ അങ്ങനെയുള്ള ചെറിയ ഹട്ടുകളിൽ, ചെറിയ ടൈപ്പ് ഹട്ടുകളിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവര് വേർഷിപ്പ് ചെയ്തത് ബുള്ളിനെയാണ്. ബുൾ വേർഷിപ്പ് ചാക്കോലിത്തിക് പീപ്പിളിനെ മാത്രമല്ല, അവിടെയാണ് ഹാരപ്പൻസിലും കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇവര് ബുള്ളായിരുന്നു മെയിനായിട്ട് ഇവര് വേർഷിപ്പ് ചെയ്തത്. ഇനി അതിന് മുന്നേ ഒരു കാര്യം പറയാം. നമ്മളൊരു എറയിലുള്ള ആൾക്കാരുടെ കാര്യം പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ഒന്ന് അവിടുത്തെ പൊളിറ്റിക്സ് പഠിക്കണം അല്ലെ, പൊളിറ്റിക്സ്. പിന്നെ അവിടെ അവരുടെ ആർട്സ് എങ്ങനെയാണെന്ന് പഠിക്കണം. പിന്നെ അവരുടെ എക്കണോമി എങ്ങനെയാണെന്ന് പഠിക്കണം. പിന്നെന്തൊക്കെയാ, ഡിഫൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കണം. പിന്നെ അവരുടെ റിലീജിയൻ പഠിക്കണ്ടേ, റിലീജിയൻ അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇതൊന്ന് ആലോചിക്കണേ. ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും ഇത് ഏതിലാ വരുന്നതെന്ന് ആലോചിക്കണം. പൊളിറ്റിക്സ്, ആർട്സ്, എക്കണോമി, ഡിഫൻസ്, റിലീജിയൻ, ഇതിൽ ഏതൊക്കെയാണ് വരുന്നതെന്നൊന്ന് നോക്കി വെക്കണം, ആലോചിക്കണേ. അപ്പൊ ചാക്കോലിത്തിക്കിൽ എന്തായിരുന്നു വർഷിപ്പ്? എന്തിനായിരുന്നു വർഷിപ്പ് ചെയ്തത്? ബുള്ളിനെ അല്ലെ, ബുൾ വർഷിപ്പ്. പിന്നെ ഇവരുടെ പോട്ടറി എന്ന് പറയുന്നത് പെയിന്റഡ് പോട്ടറി ആണ്. ഇതിന്റെ കളർ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാക്ക് ആൻഡ് റെഡ് വിത്ത് വൈറ്റ് ലൈൻസ്. ഇത് ഇത്രയും സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം ഹാരപ്പൻസിനും ബ്ലാക്ക് ആൻഡ് റെഡ് തന്നെയാണ് മേജർ ആയിട്ട് പോർട്രയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ബ്ലാക്ക് ആൻഡ് റെഡ്. പക്ഷെ ഈ വൈറ്റ് ലൈൻസ് ചാക്കോലിത്തിക് പീപ്പിളിന്റെ മാത്രം കാര്യമാണ്. ഓക്കെ, ഇനി മാൾവ വെയർ ഒരു ഫേമസ് ടൈപ്പ് പോട്ടറി ആണ്. അത് ഈ ഏജിലുള്ളതാണ്. മാൾവ വെയർ എന്ന് ഓർമ്മിച്ച് നോക്കണേ, മാൾവ വെയർ. ഇനിയാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിനു മുന്നേ നമ്മൾ എവിടുന്നാ വന്നത്? 5 ലക്ഷം BC എന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്? 9000 BC-യിലെത്തി, 4000 BC-യിലെത്തി, 1800 BC-യിലെത്തി. നോക്കിയേ, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ടൈം എന്ന് പറയുന്നത് 2500 to 1700 BC വരെയാണ്. ഇവിടെ ബ്രോൺസ് ഏജ് ആയിരുന്നു. ബ്രോൺസ് ഏജ് എന്നാണ് ഇതിനെ പറയുക. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പറിന്റെ തന്നെ ഒരു ഇതാണല്ലേ. ഇവിടെ ചാക്കോലിത്തിക് പറഞ്ഞത് 1800 to 1000 ആണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് വരാം, ബ്രോൺസ് കോപ്പർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ബ്രോൺസ് ഏജ് ഉണ്ടായിരുന്നോ എന്നൊരു ഡൗട്ട് വരാം. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുക. ചാക്കോലിത്തിക് സൈറ്റ്സ് വേറെ ആയിരിക്കും. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്
വേറെ തന്നെ ഒരു ഏരിയയിൽ നടന്നൊരു സിവിലൈസേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ടൈമിലുള്ള ബാക്കി ഒരു 4 മേജർ ആയിട്ടുള്ള സിവിലൈസേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? ഹ്യൂമൻ ബീയിങ്സ് സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയ 4 സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഇൻഡസ് വാലി. ബാക്കി 3 ഏതാ അറിയോ? ബാക്കി 3 എല്ലാം നദീതട സംസ്കാരങ്ങളായിരുന്നു അല്ലെ? നദീതട സംസ്കാരങ്ങളായിരുന്നു എല്ലാം. നദീതടങ്ങളിലാണ് സിവിലൈസേഷൻസ് രൂപപ്പെട്ടത് അല്ലെ? ഏതൊക്കെയാ 4? 1 ഇൻഡസ് വാലി ആണ്. 2 മെസപ്പൊട്ടോമിയ എന്ന് കേട്ടിട്ടുണ്ടോ? മെസപ്പൊട്ടോമിയ. നദീതട സംസ്കാരമാണല്ലോ. അപ്പൊ ഏതൊക്കെയാ നദികൾ? ടൈഗ്രിസ് ആൻഡ് യൂഫ്രട്ടീസ്. ടൈഗ്രിസ് ആൻഡ് യൂഫ്രട്ടീസ്. സെക്കൻഡ് വൺ ഈജിപ്ത്. ഈജിപ്ത് കുറച്ചുകൂടി എല്ലാവർക്കും അറിയാലോ. കാരണം എന്താ? നമ്മുടെ മമ്മി സിനിമയിലൊക്കെ നൈൽ, നൈലിന്റെ തീരത്തായിരുന്നു നമ്മുടെ ഫറവോമാരും പിരമിഡ്സും ഒക്കെ ഉള്ളത് ഈജിപ്തിലാണ്. മൂന്നാമത്തെ എവിടെയാ? മൂന്നാമത്തേത് ചൈനയിലാണ്. റിവർ ഹ്വാങ്ഹോ. 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 ഇനി നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ടൈം പീരീഡിനെ തന്നെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ആക്കിയിട്ടാണ് പറയുന്നത്. ആദ്യത്തേത് 2900 മുതൽ 2500 വരെയുള്ള BC-യിലാണ്. to 2500 BC. ഇതിനെന്താ പറയാ? ഏർലി സ്റ്റേജ് എന്നാണ് പറയാ, അല്ലെങ്കിൽ ഏർലി ഫേസ്. ഏർലി ഫേസ്. ഇതെന്താ? ഇത് ശരിക്കും ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫ് പോലെ തന്നെ. നല്ലൊരു ജനിക്കുന്നു, ഒരു പീക്കിലെത്തുന്നു, നമ്മുടെ യൂത്ത് ആ ഒരു സമയത്തിലൊക്കെ ഒരു പീക്കിലെത്തുന്നു അല്ലെ? അതിനുശേഷം നശിക്കുന്നില്ലേ? അതേ ഒരു ടൈപ്പ് തന്നെയാണ്. ഇത് ഏർലി ഫേസ് ആണ്. പിന്നെ മെച്ചർ ഫേസ് അല്ലെങ്കിൽ മിഡിൽ ഫേസ് എന്ന് പറയുന്നത് 2500 to 2000 BC. ഇതാണ് മിഡിൽ ഫേസ് അല്ലെങ്കിൽ മെച്ചർ ഫേസ്. മെച്ചർ ഫേസ് എന്തായിരിക്കും? ഏറ്റവും നന്നായിട്ട് ഇത് മെച്ചപ്പെട്ടത് ഈ സമയത്തായിരിക്കും അല്ലെ? ഈ മിഡിൽ ഫേസിലായിരിക്കും നന്നായിട്ട് അത് മെച്ചപ്പെട്ടത്. പിന്നീട് അത് ഡിക്ലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അവസാനം നശിച്ചു പോകുന്നുണ്ടല്ലോ. ലേറ്റർ ഫേസ് എപ്പോഴാ? 2000 to 1700 BC. ഇതാണ് ലേറ്റർ ഫേസ്. ലേറ്റർ ഫേസ്. ഈ 3 ഫേസുകളെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതിൽ ഈ മിഡിൽ ഫേസിന്റെ എന്തായാലും ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. 2500 മുതൽ 2000 വരെയുള്ള BC-യിലാണ് മെച്ചർ ഫേസ്. ഓക്കെ. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഇൻഡസും അതിന്റെ ഒരു 5 or 6 ട്രിബ്യൂട്ടറീസ് ഉണ്ടല്ലേ? അതിന്റെ ചുറ്റും ആൾക്കാർ നല്ല സിവിലൈസ്ഡ് ആയിട്ട് ഇപ്പോഴുള്ള അർബൻ ലൈഫിന് സെയിം ആയിട്ടുള്ള രീതിയിൽ താമസിച്ചിരുന്നു. ഇത് എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്? ഇത് അവർ 2000 BC 2900 മുതൽ ഏകദേശം BC 1700 വരെ ജീവിച്ചു. എന്തോ കാരണം കൊണ്ട് അവരെല്ലാവരും മരിച്ചുപോയി. ഒരു മാസ് എക്സ്റ്റൻഷൻ ടൈപ്പ് എന്തോ ഒന്ന് സംഭവിച്ചു. അതെന്താണെന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പോഴും അതിന്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തോ സംഭവിച്ചു. പിന്നീട് എപ്പോഴാണ് ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള സമയത്ത് അവിടെ ആർക്കിയോളജിക്കലി ആയിട്ടുള്ള ആക്ച്വലി അവർ ബ്രിട്ടീഷുകാർ അതിലൂടെ പാകിസ്ഥാനിലൂടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ റെയിൽവേ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ
കുഴിയെടുക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു സിറ്റിയുടെ ഒക്കെ ഇത് കാണുന്നത്. ഒരുപാട് ചുടുകട്ടകളൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നീട് കൂടുതൽ കൂടുതൽ ഖനനം ചെയ്തപ്പോൾ ഏകദേശം ഒരു സിറ്റിയുടെ അതേ ടൈപ്പിലുള്ള സ്ഥലങ്ങൾ മൊത്തമായിട്ട് കിട്ടി. ഈ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ടല്ലോ. ഇനി ഹാരപ്പ കണ്ടുപിടിച്ചത് 1921 ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ 2 മേജർ ആയിട്ടുള്ള സൈറ്റുകളാണ് ഹാരപ്പയും മോഹൻജദാരോവും. ഈ ഹാരപ്പ കണ്ടുപിടിച്ചത് 1921. ഇത് കണ്ടുപിടിച്ചത് ദയാറാം സാഹ്നി. ഇതാണ് ഇമ്പോർട്ടന്റ്. എക്സാമിന് ഇതാണ് ചോദിക്കുക. ഹാരപ്പ കണ്ടുപിടിച്ചത് 1921 ദയാറാം സാഹ്നി. പക്ഷെ ഈ പേര് കൊടുത്തത്, ഹാരപ്പൻ സിവിലൈസേഷന് പേര് കൊടുത്തത് ജോൺ മാർഷൽ ആണ്. ഹാരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ പേര് കൊടുത്തത് ജോൺ മാർഷൽ ആണ്. ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു ജോൺ മാർഷൽ. ഇനി ഞാൻ പറഞ്ഞ പോലെ അടുത്ത മേജർ സൈറ്റ് ചെയ്ത മോഹൻജദാരോ അല്ലെ. മോഹൻജദാരോ തൊട്ടടുത്ത വർഷം 1922 ഡിസ്കവർ ചെയ്യുന്നത്. കണ്ടുപിടിച്ചാരോ? RD ബാനർജി ആണ് മോഹൻജദാരോ കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും, ഹാരപ്പ ആര് കണ്ടുപിടിച്ചു, മോഹൻജദാരോ ആര് കണ്ടുപിടിച്ചു, പിന്നെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷന് ആ പേര് കൊടുത്തത് ജോൺ മാർഷൽ. 3 പേരുകൾ കുറച്ചുകൂടി വരാനുണ്ട്, നമുക്ക് മെല്ലെ പഠിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ എക്സ്റ്റെന്റ് എത്രത്തോളായിരുന്നു? ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത്. ഇപ്പോ ഇതെങ്ങോട്ടാ? ഇതേതാ ഡയറക്ഷൻ അറിയാലോ. ഈസ്റ്റില് ആലംഗീർപൂർ, UP ആലംഗീർപൂർ അതുവരെ ഉണ്ടായിരുന്നു അതിന്റെ എക്സ്റ്റെന്റ്. ഇനി നോർത്തിലോട്ടാണെങ്കിൽ മണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മണ്ട, ജമ്മു കാശ്മീരിലാണ് മണ്ട. ഇനി താഴെ സൗത്തിലോട്ട് ദൈമാബാദ്, മഹാരാഷ്ട്രയിലുള്ള ദൈമാബാദ് വരെ ഇതിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ദൈമാബാദ് എന്നൊക്കെ. പിന്നെ വെസ്റ്റിലോട്ടാണ് ഒരുപാട് പോയിട്ടുള്ളത്. മീൻസ് പാകിസ്ഥാൻ മൊത്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം പാക് ഇറാൻ ബോർഡർ വരെ എത്തിയിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് സുഡ്ക ജൻഡോർ. മാക്രാൻ കോസ്റ്റ് എന്നാണ് പറയുക. മക്രാൻ കോസ്റ്റ് പാക് ഇറാൻ ബോർഡറിലാണ് സുഡ്ക ജൻഡോർ. ഈ 4 സ്ഥലങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ത്യയുടെ 4 സ്ഥലങ്ങൾ പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഈ 4 സ്ഥലങ്ങൾ. ഇനി ഇവരുടെ ടൗൺ പ്ലാനിങ് എങ്ങനെയായിരുന്നു? ഇത്രയും മനസ്സിലായല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഡൗട്ട്സ്? ഓക്കെ, ഇനി ഇവരുടെ ടൗൺ പ്ലാനിങ് ആണ് വളരെ അതിശയിപ്പിക്കുന്നതാണ്. കാരണം ഈ ഇതിന്റെ ആർക്കിയോളജിക്കലി ഇതിന്റെ ബുക്സ് ഒക്കെ എഴുതി എല്ലാവരും പറയുന്നത് അവിടെയുള്ള റോഡുകൾ ഇപ്പോഴും ന്യൂയോർക്കിലുള്ള അതിന്റെ അത്രയും തന്നെ കിടപിടിക്കുന്ന ഗ്രിഡ് സിസ്റ്റം ആണ്. ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ കാണുന്നില്ലേ,
നമ്മുടെയൊക്കെ നാട്ടിലെ റോഡ് ഇങ്ങനെയൊക്കെ വളഞ്ഞു വളഞ്ഞു പോകും അല്ലേ? പക്ഷെ ന്യൂയോർക്കിലെ ഫോട്ടോ നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാവാം. സ്ക്വയർ ബ്ലോക്ക് ആണ്. നേരെ പോയാൽ ലെഫ്റ്റ് ആണെങ്കിൽ കറക്റ്റ് 90 ഡിഗ്രി ആണ്. എല്ലാവരുടെയും 90 ഡിഗ്രി ആണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഇതാണ് ന്യൂയോർക്കിലേത്. ഇതേ ടൈപ്പ് ആയിരുന്നു, ഇതേ ടൈപ്പ് ഗ്രിഡ് സിസ്റ്റം ഇങ്ങനെയാണ് എവിടെയുള്ളത്? ഹാരപ്പയിൽ നിന്ന് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഈ സിവിലൈസേഷൻ ഇൻഡസ് വാലിയിൽ നിന്ന് കണ്ടുപിടിച്ചത് ഈ ടൈപ്പ് സാധനമാണ്, ഗ്രിഡ് സിസ്റ്റം ആണ്. റോഡുകളൊക്കെ കറക്റ്റ് 90 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രത്യേകത, ഇത് നോൺ യൂണിഫോം ആണ്. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ? നോൺ യൂണിഫോം ആണ്. ബിൽഡിങ്സ് ഒന്നും ഒരേപോലെയുള്ളതല്ല. അതായത് റഷ്യയിലുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ ഒരു സമയത്ത് അവിടുത്തെ ഗവൺമെന്റ് ചെയ്തത് ബിൽഡിങ്സ് ഒക്കെ, ആൾക്കാർക്ക് താമസിക്കാനുള്ള ബിൽഡിങ്സ് ഒക്കെ ഒരേ രീതിയിൽ ഗവൺമെന്റ് ആണ് നിർമ്മിക്കുക. അപ്പൊ എന്തായി, കുറെ കാലം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഒരേ ഹൈറ്റ്, ഒരേ തരത്തിലുള്ള ആൾക്കാർ, ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഒരേ ടൈപ്പ് വീട്. അപ്പോൾ ഒരു യൂണിഫോമിറ്റി വന്നല്ലേ? പക്ഷെ ഇവിടെ എങ്ങനെയായിരുന്നു? നോൺ യൂണിഫോം ആയിരുന്നു. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. നോൺ യൂണിഫോം ആയിരുന്നു. പക്ഷെ എന്താ ഉണ്ടായിരുന്നു? ഗ്രിഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. റോഡുകൾക്ക് ഗ്രിഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ലാർജ് റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിട്ടാണ്, റെക്ടാങ്കുലർ പ്ലോട്ട് ആയിട്ടാണ് എന്തുണ്ടാവുക? സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി നോൺ യൂണിഫോം എന്ന് പറയാൻ കാരണമല്ല, മെയിൻ കാരണം രണ്ട് ടൈപ്പ് സിറ്റി രണ്ട് ടൈപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ? ഒന്ന് സിറ്റാഡൽ എന്ന് പറയും, സിറ്റഡൽ. മറ്റൊന്ന് ലോവർ പാർട്ട് ആയിട്ടില്ല, ലോവർ ടൗൺ. ഒരു സിറ്റിയുടെ സിറ്റഡലും ലോവർ ടൗണും നമുക്ക് ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുന്നവർക്ക് അറിയാം. സിറ്റഡൽ എന്ന് പറഞ്ഞാൽ എന്താ? പഴയ രാജാക്കന്മാരുടെ സിനിമയൊക്കെ കാണും, മനസ്സിലാവും. സിറ്റഡൽ എന്ന് മറ്റൊരു സ്ഥലം ഉണ്ടാവും അല്ലെ? സിറ്റഡൽ എന്താ? മേജർ ആയിട്ടുള്ള രാജാവിനും രാജാവിന്റെ പരിവാരങ്ങൾക്കും അവരുടെ പ്രഭുക്കൾക്കും അതൊക്കെ ജീവിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ സിറ്റഡൽ. ലോവർ ടൗൺ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് ലോവർ ടൗൺ അല്ലേ? ഇനി ഇവരുടെ ഇത് എങ്ങനെയായിരുന്നു എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെസ്റ്റ് സൈഡിലോട്ടായിരുന്നു സിറ്റഡൽ. ഇവര് വെസ്റ്റ് സൈഡിലാണ്. ലോവർ ടൗൺ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ സൈഡിലോട്ടാണ്. ഈ ഇവിടെയാണ് സിറ്റഡലിലാണെന്നുണ്ട് പബ്ലിക് ബിൽഡിങ്സ് ഉണ്ടാവുക, പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ വീടൊക്കെ സിറ്റഡൽ ആ സ്ഥലങ്ങളിലാണ്. ലോവർ ടൗണിൽ ബാക്കിയുള്ള സാധാരണക്കാരനായ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലം. ഓക്കെ. ഇനി വേറൊരു സവിശേഷത, അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയായിരുന്നു? ഡയറക്റ്റ് വീട്ടിൽ നിന്ന് തന്നെ ഓരോ വീട്ടിൽ നിന്നും ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ആയിട്ടുള്ള കുളിമുറികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. മറ്റൊന്ന് ലാമ്പ് പോസ്റ്റുകളാണ്. ലാമ്പ് പോസ്റ്റുകളാണ്. കൃത്യമായിട്ടുള്ള അകലത്തിൽ ലാമ്പ് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഇപ്പോഴുള്ള തെരുവ് വിളക്കിന്റെ ആ ഒരു ഇതല്ലേ, അതൊക്കെ ആ സമയത്ത് തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീടുകൾ ചുടുകട്ട, ബേൺഡ് ബ്രിക്സിനെ പറ്റി അറിവുണ്ടായിരുന്നു. ബേൺഡ് ബ്രിക്സ് അപ്പൊ എന്താണ്, വീടുകളൊക്കെ ഈ ചുടുകട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുക. വീടുകളൊക്കെ മെയിനായിട്ടും 2 സ്റ്റോറി, 2 നില വീടുകളായിരുന്നു മെയിനായിട്ടും. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി പ്രധാനപ്പെട്ട നിർമ്മിതികളാണ്. ഏതൊക്കെയാണ്? ഒന്ന് ദ ഗ്രേറ്റ് ബാത്ത്. മറ്റൊന്ന് ദ ഗ്രാനറീസ്. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ഇൻഡസ് വാലി സിവിലൈസേഷൻ സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഇമേജ് സെക്ഷനിൽ പോയാൽ, ഗൂഗിളിന്റെ ഇമേജ് സെക്ഷനിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന
ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഒന്ന് ഈ ഗ്രേറ്റ് ബാത്ത് ആണ്, നമ്മുടെ ഒരു അമ്പലക്കുളമൊക്കെ പോലെയുള്ള ഒരു വലിയൊരു കുളം. ഓക്കെ, ഒന്ന് അതാണ്. പിന്നെ ഒന്ന് ദ ഗ്രാനറീസ്, നമ്മുടെ ഇപ്പോഴുള്ള FCI പോലെയൊക്കെ ഫുഡൊക്കെ റൈസും അതൊക്കെ ശേഖരിച്ച് വെക്കാനുള്ള സ്ഥലം, ഗ്രാനറീസ്. പിന്നെ ഒന്ന് കാണാനുള്ളത് ഒരു താടിയുള്ള ഒരു മനുഷ്യന്റെ ഫോട്ടോ ആണ്. ഇതിൽ വരാനുള്ള ഒരു ഫോട്ടോ ആണ്, താടിയുള്ള ഒരു മനുഷ്യന്റെ ഫോട്ടോ ആണ്. പിന്നെ ഒരു ന്യൂഡായിട്ടുള്ള ഒരു സ്ത്രീ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഫോട്ടോസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി അഗ്രികൾച്ചർ എന്തൊക്കെയായിരുന്നു ഇവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? കോട്ടൺ ഉണ്ടായിരുന്നു. കോട്ടൺ സ്റ്റാർട്ട് ചെയ്തു. കോട്ടൺ കൃഷി ചെയ്യാൻ തുടങ്ങി. മീൻസ് കോട്ടണിനെ പറ്റി അറിവുണ്ട് എന്നല്ല, കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇനി ഈ സിവിലൈസേഷൻ ഇതാണ്. ബാക്കിയുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ, റൈസ് അതൊക്കെ ഉണ്ട്. കാരണം അതൊക്കെ നിയോലിത്തിക്കലേ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ ഞാൻ ഇതിൽ പറയുന്നത് ഇതിന് പുറമെ എന്തുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. റൈസ് അതൊക്കെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇനി സിവിലൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോസ്റ്റൽ ടൗൺസ് ഉണ്ട്. അത് നമുക്ക് ഇപ്പൊ തന്നെ പഠിക്കാം. കോസ്റ്റൽ ടൗൺസ് പഠിക്കാൻ കാരണം ഈ ഇതിലുള്ള ആൾക്കാർക്ക് പുറത്തുള്ള ഒരുപാട് അതായത് ഈ മെസപ്പൊട്ടോമിയ അവരൊക്കെ ആയിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. ട്രേഡിങ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കോസ്റ്റൽ ടൗൺ എന്തായാലും വേണമല്ലോ. കോസ്റ്റൽ ഏരിയ ഇല്ലാതെ ട്രേഡിങ് നേരാവണ്ണം മുന്നോട്ട് പോകില്ല. അപ്പൊ കോസ്റ്റൽ ടൗൺസ് ഒന്ന് ലോത്തലാണ്. ലോത്തൽ ഗുജറാത്തിലാണ്. ലോത്തൽ ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് ഉള്ളത്. ലോത്തലിലാണ്. ഇനി ആ സ്ഥലങ്ങൾ ഞാനൊന്ന് വെറുതെ ഒന്ന് പറയാം, നിങ്ങളൊന്ന് വെറുതെ എഴുതി വെച്ചാൽ മതി. സുർക്കോട്ടട, പിന്നെന്താ വെസ്റ്റ് സൈഡിൽ ഒന്നുണ്ടല്ലേ, സുക്ത ജെൻഡർ, ഭാത്രോ, കാലിബംഗൻ. ഈ പേരൊക്കെ ഇപ്പൊ ഞാൻ വെറുതെ പറയുന്നത്, ഈ പേര് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. ഭാത്രോ, കാലിബംഗൻ, ധോലാവീര, ദൈമാബാദ്. ഇത്രയാണ് മേജർ ആയിട്ടുള്ള കോസ്റ്റൽ ടൗൺസ്. അപ്പൊ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അഗ്രികൾച്ചർ എന്താന്ന് പറഞ്ഞു. മേജർ ആയിട്ടുള്ള കോസ്റ്റൽ ടൗൺസ് പറഞ്ഞു. ഇനി അടുത്തത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ്. എന്തൊക്കെ ക്രാഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാകുന്നത് ബീഡ്സ്, മുത്തുകൾ നിർമ്മിക്കലാണ്. ബീഡ് മേക്കിംഗ് ആണ് ഒരുവിധം പ്രഡോമിനന്റ് ആയിട്ട് നിന്നൊരു കാര്യമാണ് ബീഡ് മേക്കിംഗ്. പിന്നെന്താ, സാധാരണ പണ്ട് തൊട്ടേയുള്ള ജ്വല്ലറി ഓഫ് സ്വർണം, ഗോൾഡ്, സിൽവർ, ഇതിൻ്റെയൊക്കെ ഓർണമെന്റ്സ് അല്ലെ. അപ്പോൾ AG ആൻഡ് AU. AG എന്താ, സിൽവർ, AU സ്വർണ്ണമാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഓർണമെന്റ്സ്, ഇത് രണ്ടും മേജറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോട്ടറി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ചാക്കോലേറ്റിൽ പറഞ്ഞല്ലേ, റെഡ് അല്ലെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക്. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു, വൈറ്റ് ലൈൻസ് കൂടി ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല. റെഡ് അല്ലെങ്കിൽ റെഡ് ബ്ലാക്ക് വെച്ചിട്ടുള്ള പോട്ടറീസ് ഉണ്ടായിരുന്നു.
പിന്നെ സീൽസ് ഉണ്ടായിരുന്നു. സീൽസ് ഉണ്ടായിരുന്നു. സീൽസ് ഒരുപാട് സാധനങ്ങളുടെ സീൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ബുള്ളിന്റെ കാര്യമാണെങ്കിൽ വൺ ഹോൺഡ് ബുൾ, ബഫല്ലോ, ടൈഗർ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ സീൽസ് അവൈലബിൾ ആയിരുന്നു. ഈ സീൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് പശുപതി സീൽ. പശുപതി എന്ന് പറയുന്നത് ആ സമയത്ത് അവർ ആരാധിച്ചിരുന്ന ഒരു ഡയറ്റിയാണ് പശുപതി. പശുപതി എന്ന് പറയുന്നത് വേറൊരു പേര് പ്രോട്ടോ ശിവ എന്നാണ്. കാരണം ശിവനെ നമ്മൾ ശിവനായിട്ട് ആരാധിക്കില്ല, അല്ലെ ശിവലിംഗമായിട്ടില്ല ആരാധിക്കുന്നത് ഇപ്പോഴും. പക്ഷെ ആ സമയത്തുള്ളത് എന്തായിരുന്നു? പ്രോട്ടോ ശിവ തന്നെയായിരുന്നു. പ്രോട്ടോ ശിവ എന്ന് പറഞ്ഞ ഒരു 3-4 തലയൊക്കെയുള്ള, കാലിന്റെ ചുറ്റും റൈനോ, മാൻ, അതൊക്കെയുള്ള ഒരു ടൈപ്പ് ശിവനെയാണ് ഈ പശുപതി എന്ന് വിളിക്കുന്നത്. ഓക്കെ, 3 തലയൊക്കെയുള്ള. അപ്പൊ ഇതിനെയായിരുന്നു അവർ ആരാധിച്ചത്. അപ്പൊ ഇതിന്റെ സീലും അവൈലബിൾ ആയിരുന്നു. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽ ഇമേജസ് ആണ്. അത് ഈ സൈറ്റിൽ നിന്ന് 2 മെറ്റൽ ഇമേജസ് ആണ് മേജറായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഒരു ദേവദാസിയുടെ മെറ്റൽ ഇമേജ് ആണ്. മറ്റൊന്ന് ബിയർഡഡ് മാൻ. ഓക്കെ, ഈ 2 മെറ്റൽ ഇമേജസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് കിട്ടിയിരിക്കുന്നത് മോഹൻജദാരോ എന്നാണ്. ഇത് രണ്ടും കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മൾ മോഹൻജദാരോ എന്നാണ്. മോഹൻജദാരോ. ഇനി ഒരു ടൈപ്പ് കളിപ്പാട്ടുണ്ട്. അതിന്റെ പേര് ടെറാക്കോട്ട ഫിഗറൈൻസ് എന്നാണ്. ടെറാക്കോട്ട ഫിഗറൈൻസ് നമ്മുടെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന പല കളിപ്പാട്ടങ്ങളാണ് ടെറാക്കോട്ട ഫിഗറൈൻസ് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ മേജർ ആയിട്ടുള്ള ഗെയിംസ് എന്ന് പറയുന്നത് ഡൈസ് ഗെയിംസ് ആണ്. ഡൈസ് ഗെയിംസ് മാത്രമല്ല, ചെസ്സും ഒക്കെ ഏകദേശം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻഡസ് വാലിയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അത് നമുക്ക് പറയാം. അതിന് മുന്നേ ഇവർ മേജറായിട്ടുള്ള ഡൈസ് ഗെയിംസും പിന്നെ ഒന്ന് ഗാംബ്ലിംഗും ആണ്. ഗാംബ്ലിംഗ് ചൂതുകളി. എന്തായാലും നമ്മുടെ മഹാഭാരതമൊക്കെ വന്നത് ഇതിന് ശേഷം ആയതുകൊണ്ട് തന്നെ ഗാംബ്ലിംഗ് ഒക്കെ ഇപ്പോൾ ഈ ഒരു അതിലെ കഥകളൊക്കെ ഇവിടുന്ന് എടുത്തു വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആണല്ലോ, ഇത്രയാണ് ആർട്ടും പിന്നെന്താണ് ക്രാഫ്റ്റും. എന്തൊക്കെ ക്രാഫ്റ്റ് ആണെന്ന് മനസ്സിലായില്ലേ? ക്രാഫ്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? പോട്ടറി വരുന്നുണ്ട്, പിന്നെ സീൽസ് കുറച്ച് വരുന്നുണ്ട്, പിന്നെ മെറ്റൽ ഇമേജസ് വരുന്നുണ്ട്, പിന്നെ കളിപ്പാട്ടം ടെറാക്കോട്ട ഫിഗറൻസ് പോലുള്ള കളിപ്പാട്ടം വരുന്നുണ്ട്. പിന്നെ അവരുടെ ആർട്സിൽ വരുന്ന എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഹോബിയിൽ വരുന്ന എന്തൊക്കെയായിരുന്നു? ഗാംബ്ലിങ്ങും ഡൈസ് ഗെയിംസും അല്ലെ. ഗാംബ്ലിങ്ങും ഡൈസ് ഗെയിംസും. ഇനി റിലീജിയസ് പ്രാക്ടീസസ്, അല്ലെങ്കിൽ അവർ ആരൊക്കെയായിരുന്നു ആരാധിച്ചിരുന്നത്? 2 ടൈപ്പ് ഡയറ്റുകളാണ് ഉണ്ടായിരുന്നത്, ഫീമെയിലും മെയിലും. ഫീമെയിലിൽ മദർ ഗോഡസ് ആണ്. മദർ ഗോഡസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കിട്ടിയ ഒരു സീല് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു സ്ത്രീയുടെ എംബ്രിയോയിൽ നിന്ന് ഒരു പ്ലാന്റ് പുറത്തേക്ക് വരുന്ന ടൈപ്പിലുള്ള ഒരു അതുപോലുള്ള ഒരു സാധനം, ഒരു പ്രതിമ കിട്ടിയിട്ടുണ്ട്. പ്രതിമയല്ല, ഡ്രോയിങ് പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്നാണ് മദർ ഗോഡസ് ആണ്
ഇവർ ആരാധിച്ചതെന്ന് പറഞ്ഞത്, മദർ ഗോഡസ്. മെയില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പശുപതിയാണ്, പശുപതി മഹാദേവ. പശുപതി മഹാദേവ. ഇതിന് പുറമെ ഇത് രണ്ടും മേജർ ആയിട്ടുള്ളതാണ്. ഇതിന് പുറമെ അവരെല്ലാത്തിനെയും കണ്ണു കണ്ടതിനൊക്കെ എല്ലാത്തിനെയും ആരാധിച്ചിരുന്നു. പോരാത്തതിന് സ്നേക്ക് വർഷിപ്പ് ഉണ്ടായിരുന്നു. സ്നേക്ക് വർഷിപ്പ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് മാത്രല്ല കേട്ടോ, ഈ ഫീമെയില് മെയില് സ്നേക്ക് വർഷിപ്പ് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ബുള്ള്, അങ്ങനെ ഒരുവിധ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല, നമ്മൾ ഈ സ്റ്റോറിക്ക് വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇവർ മെയിൻ ആയിട്ട് ആരാധിച്ചു. പിന്നെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം, ഇവർക്ക് അമ്പലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുവരെ അമ്പലങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ. പിന്നൊന്ന്, ഇവര് ഗോസ്റ്റ്, പ്രേതത്തിലും അതിലൊക്കെ വിശ്വസിച്ചിരുന്നു. പ്രേതം, ഈവിൽ ഫോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ചില ക്രിയകളൊക്കെ ആ സമയത്ത് തന്നെ ചെയ്യാറുണ്ടായിരുന്നു. ഇതാണ് 2 സ്ഥലങ്ങളിൽ ഫയർ ആൽത്താസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫയർ ആൽത്താസ് ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഫയർ ആൽത്താസ് ലോത്തലിലും കാലിബംഗലിലുമാണ് ഫയർ ആൽത്താസ് ഉള്ളത്. ഓക്കെ, ലോത്തലിലും കാലിബംഗലിലും. ഇനി ഇവരുടെ ഭാഷ അല്ലെങ്കിൽ ഇവരുടെ ലിപി. ലിപി എന്ന് പറയുന്നത് പിക്ചോറിക് ആണ്. ഓരോ കാര്യം പിക്ചറായിട്ട് തന്നെയാണ് എഴുതുക. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു സാധനം ഫിഷിന്റെ ചിത്രമായിരുന്നു. പിന്നെ എഴുത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങോട്ടേക്ക് പോവും, ഇവിടെ എത്തി തീർന്നു, പേജ് തീർന്നെങ്കിൽ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, പിന്നെ ഇങ്ങോട്ടേക്ക് പോവും. ഈ ടൈപ്പ് എഴുത്തിനൊരു പേരുണ്ട്, അതിന്റെ പേര് ബൂസ്ട്രാഫെഡോൺ എന്നാണ്. ബൂസ്ട്രാഫെഡോൺ. ബൂസ്ട്രാഫെഡോൺ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സ്ക്രിപ്റ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബൂസ്ട്രാഫെഡോൺ. എന്താ കാര്യം മനസ്സിലായല്ലോ? റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് പോയി അവിടെ താഴേക്ക് ഇങ്ങനെ വന്നു. ബൂസ്ട്രാഫെഡോൺ. ഓക്കെ. ഇനി ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ്. ഇപ്പൊ ഇത്രയും ഞാൻ നിങ്ങൾക്ക് ഈ കഥകളൊക്കെ പറഞ്ഞതൊരു കാരണം നമ്മൾ പോകുന്ന ടൈം ലൈൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ അകത്തുനിന്ന് മേജർ ആയിട്ടുള്ള ഞാനിപ്പം മെൻഷൻ ചെയ്തല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഓരോ വേർഡും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ്, ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ്. ഫസ്റ്റ് വൺ ഏതായിരിക്കും? ഹാരപ്പയാണല്ലേ. ഹാരപ്പ എന്ന് പറയുന്നത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഗേറ്റ് വേ സിറ്റി എന്നാണ് പറയുന്നത്. ഗേറ്റ് വേ സിറ്റി. ഇതിലാണ് 6 ഗ്രാനറീസ് ഉള്ളത്. ഹാരപ്പയിലാണ് 6 ഗ്രാനറീസ് ഉള്ളത്. എന്താണ് പേര്? ഗേറ്റ് വേ സിറ്റി അല്ലേ. സെക്കൻഡ് വൺ മോഹൻജദാരോ. ഈ വേർഡ് മീനിങ് എന്ന് പറയുന്നത് മൗണ്ട് ഓഫ് ദ ഡെഡ് എന്നാണ്. മൗണ്ട് ഓഫ് ദ ഡെഡ്. ഇതിന്റെ എക്സ്കവേഷൻ നടക്കുമ്പോൾ ഒരുപാട്
ഡെഡ് ബോഡീസ് ആണ് നമുക്ക് ആദ്യം കിട്ടിയത്. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. മൊഹൻജദാരോ. മൊഹൻജദാരോ കണ്ടുപിടിച്ചതാരാ? ഹാരപ്പ കണ്ടുപിടിച്ചതാരാ? പറഞ്ഞേ, ഹാരപ്പ കണ്ടുപിടിച്ചതാരാ? തീർത്ത. എത്ര പേര് പോയി? തീർത്ത് പോയോ? ദയാറാം സാനി. എത്ര പേര് പോയടാ? ശരി, മീനു നിർമ്മൽ. ദയാറാം സാനി. ഓക്കെ. മോഹൻജദാരോ കണ്ടുപിടിച്ചതാരാ? മോഹൻജദാരോ. ആർ.ഡി. ബാനർജി അല്ലെ? എന്താണ്? മൗണ്ട് ഓഫ് ദ ഡെഡ് ആണ്. ആ വേർഡ് മീനിങ് ആണ് മോഹൻജദാരോ, മൗണ്ട് ഓഫ് ദ ഡെഡ്. ഇതിലാണ് ഗ്രേറ്റ് ബാത്ത് ഉള്ളത്. ഗ്രേറ്റ് ബാത്ത്. ഗ്രേറ്റ് ബാത്ത്. കണ്ണൂരുള്ളവർക്ക് അറിയാം. നമ്മുടെ പെരളശ്ശേരിയിലൊക്കെ ഒരു അമ്പലമുണ്ട്, അതിലുള്ള കുളം പോലത്തെ ഒരു കുളമാണ് ഗ്രേറ്റ് ബാത്ത്. തേർഡ് വൺ, കാലിബംഗൻ. കാലിബംഗൻ എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിയേ. കാലി, കാല. ബ്ലാക്ക്. ബംഗൻ എന്ന് പറഞ്ഞാൽ എന്താ? വള അല്ലെ? ബംഗൻ എന്ന് പറഞ്ഞാൽ വള. ബ്ലാക്ക് ബാങ്കിൾ എന്നാണ് അതിന്റെ വേർഡ് മീനിങ്. ഇപ്പൊ എന്തായിരിക്കും? ബാംഗിൾ ഫാക്ടറി. ബാംഗിൾ ഫാക്ടറി ഉള്ള സ്ഥലമായിരുന്നു കാലിബംഗൻ. ഇനി ഈ സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സിറ്റഡലും ലോവർ ടൗണും ചുറ്റിയിട്ട് മാസി ഒരു വലിയൊരു വാളുണ്ടായിരുന്നു. നമ്മുടെ ഈ ചുടുകോട്ടേനെ കൊണ്ട് തന്നെ നിർമ്മിച്ചൊരു വാളുണ്ടായിരുന്നു. ഇത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. അപ്പൊ ഈ കാലിബംഗലിന് മാത്രമാണ് ഈ ഒരു പ്രത്യേകത. മാസീവ് ബ്രിക്ക് വാൾ, സിറ്റഡൽ, ലോവർ ടൗൺ. ഈ ലോവർ ടൗണും സിറ്റഡലിനും ചുറ്റും ഒരു വലിയൊരു മതിലുണ്ടായിരുന്നു കേട്ടോ കാലിബംഗലില്. കാലിബംഗലില്. നെക്സ്റ്റ് വൺ, ചാഹുൻദാരോ. ചാഹുൻദാരോ. ചാഹുൻദാരോയുടെ പ്രത്യേകത, ചാഹുൻദാരോയിൽ മാത്രമാണ് സിറ്റഡൽ ഇല്ലാത്തത്. സിറ്റഡലിന് മറ്റൊരു കൺസെപ്റ്റ് ഇല്ലാത്തത് ചാഹുൻദാരോയിൽ മാത്രമാണ്. ഓൺലി സിറ്റി വിത്തൗട്ട് സിറ്റഡൽ. അപ്പൊ എന്താ? കുറച്ചുകൂടി ഡെമോക്രാറ്റിക് അല്ലേ അവിടെ കാര്യങ്ങൾ. അങ്ങനെ ജനങ്ങൾ തമ്മിൽ വലിയൊരു മാറ്റമൊന്നുമില്ല. അങ്ങനെ ഒരു അപ്പർ ഹൗസ് ലോവർ ഹൗസ് അങ്ങനെ ആ ഒരു സെറ്റപ്പ് ഇല്ല. ഇനി ചാഹുൻദാരോ എന്ന് പറയുന്നത് ലങ്ക ഷെയർ ഓഫ് ഇന്ത്യ എന്നാണ്. ലങ്ക ഷെയർ ഓഫ് ഇന്ത്യ. ഓക്കെ, ചാഹുൻദാരോ. നെക്സ്റ്റ് വൺ, ലോത്തൽ. ലോത്തൽ. ലോത്തൽ എവിടെയാ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ ലോത്തലിന്റെ ഒരു പ്രത്യേകത, ഇതിനാണ് മാഞ്ചസ്റ്റർ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ലോത്തലിനാണ്. ലോത്തൽ. ഇനി ലോത്തലിന്റെ ഒരു പ്രത്യേകത, ഈ മാഞ്ചസ്റ്റർ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? മാഞ്ചസ്റ്റർ ഏതിന് പേര് കേട്ടതാ? ഡ്രസ്സിന് പേര് കേട്ടതാ കേട്ടോ. ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പേര് കേട്ടതാണ് മാഞ്ചസ്റ്റർ.
അപ്പൊ ലോത്തലും അതിന് പേര് കേട്ടതായിരിക്കും. ഇനി മോഡേൺ ഡേ ചെസ് സ്റ്റാർട്ട് ചെയ്തത് ലോത്തലിലാണ്. മോഡേൺ ഡേ ചെസ് ഇതിന്റെ കാര്യം, ഇതിന്റെ ബോർഡും അതൊക്കെ ഇവിടുന്ന് എക്സ്കാവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മോഡേൺ ഡേ ചെസ്. പിന്നെ ഇവിടുന്ന് കിട്ടിയ വേറൊരു സാധനമാണ് 180, 90, 45 ഡിഗ്രീസ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡേൺ ഡേ ചെസ്സിന്റെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ആംഗിൾ മെഷർമെന്റിനുള്ള ഇൻസ്ട്രുമെന്റ്സും കിട്ടിയിട്ടുണ്ട് ലോത്തൽ. ഇനി ഈ ചാഹുന്താര പറയുമ്പോൾ വിട്ടുപോയതാണ്. ചാഹുന്താര കണ്ടുപിടിച്ചത് നമ്മുടെ എക്സാമിനൊന്നും ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 1931 ഇത് കണ്ടുപിടിച്ചത്, ഡിസ്കവർ ചെയ്തത്, കണ്ടുപിടിച്ചത് MG മജുംദാർ ആണ്. MG മജുംദാർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ചെസ് എവിടുന്ന് കിട്ടി, പിന്നെ ഇൻസ്ട്രുമെന്റ്സ്. ചാഹുന്താരയുടെ പ്രത്യേകത ഓൺലി സിറ്റി വിത്തൗട്ട് സിറ്റഡൽ ആണ്. അടുത്തത് ധോളവീരയാണ്. ധോലാവീര. അപ്പൊ ഈ ധോലാവീരയാണ് ദ ഓൺലി സിറ്റി ദാറ്റ് ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്. ധോളവീര മാത്രമാണ് 3 പാർട്സ് ആയിട്ട് കട്ടിയിട്ടില്ലേ. ബാക്കിയൊക്കെ എന്താണ് 2 പാർട്സ് അല്ലെ. എന്താ, സിറ്റഡലും ലോവർ ടൗൺ. ഇത് മാത്രമാണ്, ധോളവീര മാത്രമാണ് 3ആയിട്ട് കട്ടിയിട്ടുള്ളത്. അത് എങ്ങനെ കട്ട് ചെയ്തൊന്നും അറിയേണ്ട കാര്യമില്ല. കട്ട് ചെയ്തത് അതിന്റെ ജസ്റ്റ് ആൾക്കാരുടെ ഇത് തന്നെയാണ്. നമ്മളിപ്പം നമ്മളിപ്പോ എന്താണ് പറയാ, നമ്മളും പറയാറില്ലേ മധ്യവർഗം, മിഡിൽ ക്ലാസ് അങ്ങനെ പറയാറില്ലേ, അതേ ടൈപ്പിൽ അങ്ങനെ കട്ട് ചെയ്താണ് ധോലവീര. ഇനി ഇവിടെ ഉണ്ടായിരുന്ന ഒന്ന് ജയന്റ് വാട്ടർ റിസർവോയർ ആണ്. വാട്ടർ റിസർവോയർ. പിന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള വാട്ടർ ഹാർനസിങ് സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു. യുണീക്ക് ആയിട്ടുള്ള വാട്ടർ ഹാർനസിങ് സിസ്റ്റം കൂടി ഇവിടെ ഉണ്ടായിരുന്നു ധോളവീര. യുണീക്ക് ആയിട്ടുള്ള വാട്ടർ ഹാർനസിങ് സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു. ഇത്രയും ഞാൻ ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഈ അവസാനം പറയുന്നത് മാത്രമാണ്. ഈ 6 സിറ്റീസ്, 1, 2, 3, 4, 5, 6 സിറ്റീസ് എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് അതിന്റെ പ്രത്യേകത? ഇത്രയും കാര്യം മാത്രമാണ് നമുക്ക് എക്സാമിന് നമ്മളോട് ചോദിക്കുക കേട്ടോ. ഇൻഡസ് വാലി സിവിലൈസേഷന് ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഈ 3 or 4 സ്ഥലങ്ങൾ, ഒരു 3 to 4 സ്ഥലങ്ങൾ കണ്ടുപിടിച്ച വർഷം, അത് കൊല്ലം, വർഷം കണ്ടുപിടിച്ച ആള്, അതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയി ചോദിക്കും. പിന്നെയുള്ളത് ഒക്കെ ഈ സൈറ്റിന്റെ ഇമ്പോർട്ടന്റ് ആണ്. സൈറ്റ് എന്തിന്റെ ഇത് എവിടെയായിരുന്നു, ഗ്രേറ്റ് കാൻഡറീസ് ഏത് സൈറ്റിൽ നിന്നാണ് കണ്ടുപിടിച്ചത്, ഗ്രേറ്റ് ബാത്ത് ഏത് സൈറ്റിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ചോദിക്കാറുണ്ട്. കാരണം ഇത് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഇതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ചിലപ്പോഴൊക്കെ ന്യൂസ് വാല്യൂ ഉള്ള പുതിയ സൈറ്റുകളൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചോദിക്കും. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടല്ലോ എക്സാമിന് എന്താ ചോദിക്കുവാന്ന്. ഓക്കെ, ലങ്കാഷെയർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഇൻഡസ് വാലി സൈറ്റ് ഏതാ? ലങ്കാഷെയർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചാഹുന്താരോ.
മാഞ്ചസ്റ്റർ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതാ? മാഞ്ചസ്റ്റർ, ലോത്തൽ. മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞാൽ തുണിക്ക് പേര് കേട്ട സ്ഥലം അല്ലെ, ടെക്സ്റ്റൈൽസിന് പേര് കേട്ട സ്ഥലമാണ് മാഞ്ചസ്റ്റർ. ഇപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ കഴിഞ്ഞു. നമുക്ക് സമയമുണ്ടല്ലേ, ഇന്നൊരു കൊടുക്കാം. നമുക്ക് ആര്യൻ അല്ലെങ്കിൽ വേദിക് ഏജിലേക്ക് പോവാം അല്ലെ. വേദിക് ഏജ്, വേദിക് ഏജ്. വേദിക് ഏജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2500 തൊട്ട് ഇതിനുശേഷം ഇൻഡസ് വാലി സിവിലൈസേഷൻ തകർന്ന് അതിനുശേഷമുള്ള 1700 ശേഷം തുടങ്ങിയ ഒരു 750 വരെ വരുന്ന ഒരു ടൈം പീരീഡ് ആണ്. ഇങ്ങനെ ഒരു 600 വരെയൊക്കെ വരുന്ന ഒരു ടൈം പീരീഡ് ഉള്ളതാണ് വേദിക് ഏജ് എന്ന് പറയുന്നത്. വേദിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡസ് വാലി സിവിലൈസേഷൻ തകർന്നു, അതിനുശേഷം ആര്യൻസ് അവരിങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമുക്ക് ഇതിനെപ്പറ്റി ഇവരെങ്ങനെയാണ് ഇല്ലാതായത് എന്നുള്ള ഒരു കറക്റ്റ് ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഒരുപാട് തിയറീസ് ഉണ്ട്. ആ തിയറീസിന്റെ ഒക്കെ പേര് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടാവും. പക്ഷെ തിയറീസ് ഒന്നും ചോദിക്കാറുമില്ല, പഠിക്കാനും ബുദ്ധിമുട്ടാണ്. ഒരു 10ഓളം തിയറികളുണ്ട്. ഒന്ന്, ഇവർക്ക് ഇരുമ്പിനെ പറ്റി അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ ആര്യൻസ് ഇരുമ്പും കൊണ്ട് വന്നപ്പോൾ അവരോട് യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അങ്ങനെയാണ്. പിന്നൊന്ന് ടെക്നോണിക്സ് മൂവ്മെന്റ് ഉണ്ടായി, ഭൂകമ്പം വന്നു നശിച്ചു. പിന്നൊന്ന് ഇപ്പോഴുള്ള കൊറോണയൊക്കെ പോലെ എപ്പിഡമിക് വന്ന് നശിച്ചു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരുപാട് തിയറീസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ ആര്യൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിലുള്ള ആൾക്കാർ എന്നാണ് ഒരു തിയറി പറയുന്നത്. സെൻട്രൽ ഏഷ്യ ഇവര് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ഇങ്ങോട്ടേക്ക് വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവര് 2000 BC 1500 BC ഇടയിലുള്ള സമയത്ത് മൈഗ്രേറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് വന്നു? നമ്മുടെ ഇന്ത്യയുടെ സൈഡിലേക്ക് വന്നു. ഇന്ത്യയുടെ സൈഡ് എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഈസ്റ്റ് അല്ലെ, ഈസ്റ്റേൺ അഫ്ഗാനിസ്ഥാൻ, മോഡേൺ ഡേ പാകിസ്ഥാൻ, പിന്നെ യു പിയിലൊക്കെ വന്ന് ഇവര് സെറ്റിൽഡ് ആയി എന്നാണ് പറയുന്നത്. ഇവരാണ് ആര്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആര്യൻസ് വരുമ്പോഴുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ഈ ആര്യൻസ് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഇവിടെ ഇവർക്ക് മുന്നേ ആര്യൻസിന്റെ മാസ് മൈഗ്രേഷന് മുന്നേ വന്ന ആൾക്കാർ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആര്യൻസ് ഇവിടുന്ന് മാസ്സായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെയുള്ള ആര്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെയുള്ള നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആര്യൻസ് വന്നപ്പോൾ അവരായിട്ട് ചില കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായി, യുദ്ധമൊക്കെ ഉണ്ടായി. അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളിപ്പോ പറയാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോ ആര്യൻസ് വരുന്ന ആ ടൈമിലുള്ള ആ പീരീഡിനെയാണ് ആര്യനേജ് അല്ലെങ്കിൽ ഋഗ്വേദിക് അല്ലെങ്കിൽ ഏർലി വേദിക് ഏജ് എന്ന് പറയുന്നത്. ഏർലി വേദിക് ഏജ് എന്ന് പറയുന്നത് 1500 to 1000 BC വരെയാണ് ഋഗ്വേദിക് അല്ലെങ്കിൽ ഏർലി വേദിക് ഏജ്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഓൾറെഡി മൈഗ്രേറ്റ് ചെയ്ത് വരുവാണ്. അപ്പോൾ ഇവിടെയുള്ള മുന്നേയുള്ള ആര്യൻസും ഉണ്ട്, പിന്നെന്താണ് അവിടെയുള്ള ആൾക്കാരുണ്ട്. അവരോട് യുദ്ധമൊക്കെ ഉണ്ടായി അല്ലെ. ആ യുദ്ധം നടക്കുന്നത് ചില റിവർ സൈഡിൽ വെച്ചിട്ടാണ്. ആ റിവർ സൈഡ് പറയുന്നതിന് മുന്നേ ആ റിവേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവർ വന്ന് സെറ്റിൽഡ് ആയതൊക്കെ ഇൻഡസ് അല്ലെങ്കിൽ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസിന്റെ സൈഡിലാണ്. അപ്പോൾ ആ റീജിയന്റെ പേരാണ് സപ്ത സിന്ധുവ റീജിയൻ. പേര് കേട്ടാൽ തന്നെ അറിയാലോ, സപ്ത സിന്ധുവ റീജിയൻ. ഇനി ഏതൊക്കെയാണ് ഈ സപ്തസിന്ധ? ഒന്ന് സിന്ധു ഉണ്ട്, സിന്ധു, അതിന്റെ 5 ട്രിബ്യൂട്ടറി ഉണ്ട്, 6ആയി. ഒന്ന് സരസ്വതി. ഇത്രയും റിവേഴ്സ് ആണ് സപ്തസിന്ധുവ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഈ റീജിയനിൽ വന്ന് ഇവർ താമസം തുടങ്ങി. അപ്പൊ ആ സമയത്തുള്ള ഋഗ്വേദിക് പീരീഡിലുള്ള ഈ നദികളുടെ പേര് ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊന്ന് പഠിക്കാം. ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഈ ഓർഡർ ഒന്നും ആരും മറന്നുപോയിട്ടില്ലല്ലോ? ജോഗ്രഫി മറന്നുപോയിട്ടില്ലല്ലോ? ജലം വിദാസ്ത, ചെനാബ്, അസ്കിനി. ഇത് ഞാൻ പഠിക്കേണ്ട ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരുവിധം കിട്ടും. പരുഷ്ണി, ബിയാസ്, വിപാസ്, സത്ലജ്, ശുദാദ്രി. ഇത് ഒന്ന് വായിച്ചെടുത്ത് കിട്ടുന്നുണ്ടോ നോക്കിയേ. ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതിനൊക്കെ ഓപ്ഷൻ കണ്ട വേറെ വേറെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. സാർ ഇത് ട്രിബ്യൂട്ടറീസ് ആണോ? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ട്രിബ്യൂട്ടറീസ് അല്ലേ? അതായത് ഇവിടെയുള്ള നമുക്ക് അറിയാവുന്ന പേരുള്ള 5 ട്രിബ്യൂട്ടറീസ് ഇല്ലേ, അതിന്റെ ഋഗ്വേദിക് ഏജിലുള്ള പേരാട്ടോ ഇത്. വിദാസ്ത, അസ്കിനി, പരുഷ്ണി, വിഭസ്, ശുദാദ്രി ഒക്കെ. വേദിക് പീരീഡിൽ വിദാസ്ത എന്ന് അറിയപ്പെടുന്ന റിവർ ഏതാണ് എന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഈസ് നോൺ ആസ് വിദാസ്ത ഇൻ ഋഗ്വേദിക് ഏജ്, അല്ലെങ്കിൽ അസ്കിനി ഇൻ ഋഗ്വേദിക് ഏജ്? ഇത് കിട്ടുന്നുണ്ടോ? ഇത് എളുപ്പമാണ്, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതെ, നോക്കിയേ. ജലം വിട്ടെ, ചെനാബ് നോക്കിയേ, അസ്കിനി അല്ലേ? ജോഗ്രഫി പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്, ഇതിന്റെ ഗ്രീക്ക് നെയിം എന്തായിരുന്നു? അസെൻസിയോൺ അല്ലേ? അല്ലേ? ഈ ഗ്രീക്ക് നെയിം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു ടൈമിൽ ഗ്രീക്ക് ഇൻവേഷൻ ഒരുപാട് നടന്നിരുന്നു അല്ലെ? അപ്പൊ ഇവർ ഈ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ വഴിയാണ് വരിക. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയറിലാണ് ഇൻഡസ് അതിന്റെ ട്രിബ്യൂട്ടറീസ് ഉള്ളത്. അപ്പൊ അവിടെയുള്ള റിവേഴ്സിനൊക്കെ അവരുടെ ഭാഷയിലുള്ള പേരിട്ടു. അപ്പൊ അങ്ങനെയാണ് ചെനാബിന് അസൻസിയോൺ എന്നുള്ള പേര് കിട്ടിയ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഋഗ്വേദി പേര് നോക്കിയേ, അസ്കിനി. മാച്ച് അല്ലേ? ബിയാസ് നോക്കിയേ, വിപാസ്. ബിയാസ്, വിപാസ്. സത്ലജ് നോക്കിയേ, ശുദാദ്രി. സത് സുത്, സത് സുത് അല്ലേ? ഇനി രവി നോക്കിയേ, രവി, പരുഷ്ണി. ഇത് വലിയ മാച്ച് ഒന്നും ഇല്ലെങ്കിലും ഈ 6 നോക്കിയേ, 6 മാച്ചല്ലേ അതില്? രവി, പരു, രവി, പരു മാച്ചല്ലേ? ഇനി ഒന്നല്ലേ ബാക്കിയുള്ളൂ, ജലം, വിദാസ്ത. ഇതങ്ങ് പഠിക്ക്. കിട്ടിയില്ലേ? ബിയാസ്, വിപാസ്, ചെനാബ്, അസ്കിനി അല്ല അസൻസിയോൺ, സത് സുത്, സത്ലജ്, ശുദാദ്രി, രവി, പരുഷ്ണി. ഇതും കിട്ടിയില്ലേ?
ഓക്കെ, ഇനി നടന്നൊരു മെയിൻ കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവരിങ്ങനെ ഋഗ്വേദിക് ഏജിൽ അതിലുള്ള ബുക്സ് എന്നൊക്കെ കിട്ടിയതാണ്. അപ്പൊ ആര്യൻസ് വന്നപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ആര്യൻസിന്റെ മാസ് മൈഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ആര്യൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഓൾറെഡി അതിന് മുന്നേ വന്ന് സെറ്റിൽഡ് ആയ ആര്യൻസ് ഉണ്ട്. അവരെ പറയുന്നത് ദാസാസ് എന്നാണ് അവരെ പറയാം. ദാസാസ്. ഇവിടെ ആര്യൻസ് ഉണ്ട്, ഇവിടെ ദാസാസ് ഉണ്ട്. അപ്പൊ ദാസാസ് ഉണ്ട് അല്ലെ. ദാസാസ് എന്താ? ഇവരെ ഏർലി ആര്യൻസ് ആണ് പറയാം. മാസ് മൈഗ്രേഷന് മുന്നേ ഉള്ള ആര്യൻസ്. പിന്നെ ദാസ്യൂസ് ഉണ്ട്. ദാസ്യൂസ് ഇതെന്താണ്? ഇവിടെയുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഇൻഹാബിറ്റൻസ് ആണ്, അല്ലെങ്കിൽ നേറ്റീവ് എന്ന് പറയാം. അപ്പൊ ദാസാസും ദാസ്യൂസും ഉണ്ട്. ഇവര് തമ്മിലാണ് ആര്യൻസ്, ഇവരോടാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടായത്. ഇവർ രണ്ടുമായിട്ടാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടായത്. ഓക്കെ, അങ്ങനെ കോൺഫ്ലിക്ട്സ് ഉണ്ടായി. ഒരു യുദ്ധത്തിലേക്കാണ് അത് എത്തിയത്. അപ്പൊ യുദ്ധത്തിന്റെ പേര് ദശരഞ്ജന വാർ എന്നാണ്. ദശരഞ്ജന വാർ. ഈ യുദ്ധത്തില് രണ്ട് കിങ് ആണ്, സുദാസും ഭരതിയും ആര്യൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു അലയൻസ് എന്ന് പറഞ്ഞാൽ 5 ആര്യൻ ട്രൈബ് ഉണ്ടായിരുന്നു. അതായത് ദാസ്യൂസിന്, മറ്റേത് 5 നോൺ ആര്യൻ ട്രൈബ്സ്. ഇവരെന്താണ്? നേറ്റീവ് ആയിട്ടുള്ള അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ അലയൻസിനോട് യുദ്ധം ഉണ്ടായി. അപ്പോൾ ഇതിലുള്ള ഇവരുടെ ലീഡർ ആയിരുന്നു പുരുഷൂക്ത. ഇവര് ഈ പുരുഷോക്തനങ്ങ് കൊല്ലുവാണ് ചെയ്യുന്നത്. ഓക്കെ, ആര്യൻസ് ജയിച്ചു. യുദ്ധം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരുടെയൊക്കെ രാജാക്കന്മാരുടെ കൂടെ എപ്പോഴും ഒരു പ്രീസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇവരുടെ ആര്യൻസിന്റെ കൂടെയുള്ള പ്രീസ്റ്റിന്റെ പേരാണ് വശിഷ്ഠ. ഇവരുടെ കൂടെയുള്ള അലയൻസിന്റെ കൂടെയുള്ളവരുടെ പേരാണ് വിശ്വാമിത്ര. നമ്മൾ സാധാരണ കേൾക്കുന്ന അതേ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെയുള്ള വശിഷ്ഠനും വിശ്വാമിത്ര മഹർഷിയും അത് തന്നെയാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സിന്റെ പേരിലാണ് ഈ യുദ്ധം ഉണ്ടായതെന്നാണ് പറയുന്നത്. ദശരഞ്ജന വാർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആര്യൻസ് വന്നപ്പോ നടന്ന കാര്യം. അപ്പൊ ആര്യൻസ് വന്നു. അതിനുശേഷം അവരുടെ ഒരു റീനായിരുന്നു കുറച്ചു കാലത്തേക്ക്. ഒരു 500 വർഷത്തേക്ക് അവരുടെ റീനായിരുന്നു അല്ലെ. അപ്പൊ അതിലുള്ള എക്കണോമി, പൊളിറ്റിക്സ് ഒക്കെ നോക്കാനുണ്ട്. ഇത് നമുക്ക് നാളെ നോക്കാം. നാളെ ക്ലാസ് ഉണ്ട്. എന്റെ സൗണ്ട് പോയി. നാളെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായത്? എനിത്തിങ്? അശ്വതി, നീനു, ഗോകുൽ, നിർമ്മൽ. ഓക്കെ, നാളെ നമ്മളൊരു മഗധ നമ്പറൊക്കെ തീർക്കും. അതിനു മുന്നേ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ, ഇത് എങ്ങനെ വരുന്നത് ആദ്യം. അത് വരും ഓൾറെഡി, എന്നാലും ഞാൻ പറയാണ്. ഇനി വരാനുള്ളത് മഗധയാണ്. മഗധ കഴിഞ്ഞ് മൗര്യൻ വരും. മൗര്യൻ കഴിഞ്ഞിട്ട് ഏതാ വരാൻ വേണ്ടി പോന്നെ?
ഗുപ്ത, ഗുപ്ത, ഹർഷ, അങ്ങനെ കുറച്ച് പോവും. ഗുപ്ത, ഹർഷ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് വരുന്നത്. പക്ഷെ മുഗൾ ഡൽഹി സുൽത്താനേറ്റ് മുഗൾ. ഇതിനൊരു ദിവസം വേണം, ഇതിനൊരു ദിവസം വേണം, ഇതിനൊരു ദിവസം വേണം, ഇതിനൊരു ദിവസം വേണം. 4 ദിവസം കേട്ടോ. പിന്നെ മോക്ക് ഡെയിലി ഇനി മോക്ക് എടുക്കണം എല്ലാവരും. ഏത് ബാച്ചാണെങ്കിലും ഡെയിലി മോക്ക് എടുക്കണേ. ഡെയിലി മോക്ക് എടുക്കണം. മോക്കിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്ക് ടെലിഗ്രാമിൽ അയച്ചാൽ മതി. ഞാൻ ടെലിഗ്രാമിൽ ഉണ്ടാവും, എല്ലാവരും അയക്കാറുണ്ട്. ടെലിഗ്രാമിൽ അയച്ചാൽ മതി. ഓക്കെ, ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.